പണ്ടൊക്കെ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ബിരിയാണി അങ്ങോട്ട് സദ്യ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് പന്തിയിലേക്ക് ആൾക്കാർ ഓടി ചാടി കയറി ഇടിച്ച് വീണ് കയറി ഇരിക്കുന്ന അതൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് ഏജ്ഡായിട്ട് ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ആ കാലങ്ങളിൽ കല്യാണ സദ്യക്ക് ബിരിയാണി കിട്ടുന്നത് വലിയ കൗതുകമുള്ള കാര്യമായിരുന്നു. ഇന്ന് എല്ലാ ദിവസവും ബിരിയാണി കഴിക്കുന്നവർക്ക് അത് എത്ര കൗതുകമാണെന്നറിയില്ല. പക്ഷെ അത്തരത്തിൽ ഇന്ന് നമ്മുടെ ആരെങ്കിലും പുതിയൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ പുതിയൊരു കാര്യം എത്ര മനോഹരമായിട്ട് കിട്ടിയാലും പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം അത്തരത്തിൽ ആക്രാന്തം കാണിച്ച് ഇടിച്ചു വീണ് പന്തിയിൽ സദ്യയിൽ കയറിയാൽ അത് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും, വാട്സപ്പിൽ കൂടെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ടാവും. നമ്മൾ അയ്യടാ പറ്റിപ്പോയല്ലോ എന്നുള്ള വിചാരത്തിലാകുന്നുണ്ടാവും. അങ്ങനെ വരുമെന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് ഇന്ന് ലൈഫിൽ. മാത്രമല്ല ഓരോ സ്ഥലത്തും എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ഇത്തരത്തിലുള്ള വാട്സപ്പ്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ വീഡിയോസിൽ കൂടെയും മെസ്സേജുകളിൽ കൂടെയും എവരി ഡേ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സ്ഥലത്തൊരു മാളിൽ ചെന്നാൽ, ലൂലു മാളിൽ പോയാൽ, അല്ലെങ്കിൽ മറ്റു ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോയാൽ അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കൃത്യമായി അവെയർ ആയിരിക്കുന്നത് കൊണ്ട് അബദ്ധം പറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നാലും ഇങ്ങനെ ആക്രാന്തം കാണിച്ച് അവിടെ ഇവിടെ എല്ലാം ഓടി നടന്നു കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം വാരിക്കൂട്ടി വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ബോധതലത്തിലുള്ള മെസ്സേജുകൾ ഏതൊക്കെ രീതിയിലാണെങ്കിലും, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണെങ്കിലും, ഡയറക്റ്റ് എഡ്യൂക്കേഷനിൽ കൂടെ ആണെങ്കിലും നമ്മുടെ പേഷ്യൻസിനും നമ്മുടെ സമൂഹത്തിനും കൊടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, നമ്മുടെ സ്ഥാപനത്തിന് ബാധ്യതയുണ്ട്. സോ നമ്മളുടെ ഡിസ്പ്ലേ സിസ്റ്റങ്ങളിൽ കൂടെ ആണെങ്കിലും, ഗ്രേപ്സിൻ്റെ ഡിസ്പ്ലേ സിസ്റ്റംസ് വളരെ മനോഹരമായി നിങ്ങൾക്ക് വീഡിയോസും ഡിസ്പ്ലേസും പോസ്റ്ററും ഒക്കെ പതിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് എപ്പോഴും മാറ്റി പുതിയത് അവർക്ക് ബോറടിക്കാതെ കൊടുക്കാൻ പറ്റും. ആ ജി ഹെൽത്തിൽ കൂടെ ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, വീഡിയോസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. IHRM ആപ്പിൽ കൂടെ നമ്മുടെ സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. ധാരാളമായി ഇൻഫർമേഷൻസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ PRE1I ദ ഓർഗനൈസേഷൻ implements information, education and communication program for infection prevention and control activities for the community. നമ്മുടെ ഈ സമൂഹത്തിന്, പേഷ്യൻ്റ്, വിസിറ്റേഴ്സ് എല്ലാം ചേർന്ന ഈ സമൂഹത്തിന്, നമ്മുടെ സ്റ്റാഫ് ഒക്കെ ചേർന്ന ഈ സമൂഹത്തിന് നല്ല പോലെ ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. നല്ല പ്രോഗ്രാംസ് കൊടുക്കണം. എന്തിനെക്കുറിച്ച്? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആക്ടിവിറ്റീസിനെ കുറിച്ച്. അപ്പോൾ അവർക്ക് ഹാൻഡ് ഹൈജീൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകും അതിൽ കൂടെ. സോ അവർ മോശമായൊരു കാര്യം ചെയ്യാൻ ബോധപൂർവം ഒരിക്കലും തയ്യാറാവില്ല. അതുപോലെ തന്നെ ഒരു യൂസ് ഓഫ് ആൻറ്റി മൈക്രോബിയൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ കൊടുക്കണം. നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസിനെ കുറിച്ച് ധാരണ കൊടുക്കാം. സോ ഇത്തരത്തിലുള്ള ചെറിയ വീഡിയോകൾ, പോസ്റ്ററുകളൊക്കെ നമ്മുടെ മീഡിയാസിൽ കൂടെ നമുക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ കൈപിടിച്ചുയർത്താൻ കഴിയണം. PRE1I